ഹായ് മലയാളീസ്, വെൽക്കം ബാക്ക് ടു ഗുരു കിക്കീസ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് വ്ളോഗ്. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ അന്താക്ഷരിയാണ് കളിക്കാൻ പോകുന്നത്. എനിക്ക് പാട്ട് അത്ര അറിയില്ല, വെരി ബാഡ്. ഇല്ല, ഏത് പാട്ട് വേണം പാടാം. മലയാളത്തിൽ പാടാം, ഇംഗ്ലീഷ് പാടാം, കന്നഡ, തമിഴ്. നമ്മളെ മലയാളീസിന് അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും നമ്മൾ പക്ഷേ പാടും. എനിക്ക് ലിറിക്സ് അറിയില്ല. അത് കുഴപ്പമില്ല, ആ ഒരു ഇത് ട്യൂൺ കിട്ടിയാൽ മതി. ഏത് അല്ല, പാട്ട്? തമിഴ്, കന്നഡ, ലിറിക്സേ അറിയില്ല. ഹിന്ദി ലിറിക്സേ അറിയില്ല. അത് ഞാൻ സാരമില്ല. തെറ്റായിട്ട് ആ ഒരു തുടക്കം കിട്ടിയാൽ മതി. ഞാൻ ജസ്റ്റ് ട്യൂൺ. ഇല്ല, പാടണം. ഒന്നും എനിക്ക് എല്ലാവർക്കും പാടാൻ പറ്റില്ല, അതാണ് അന്താക്ഷരി. ലിറിക്സ് എനിക്ക് ഗൈസ് എപ്പോഴും പാട്ട് നന്നായിട്ട് ഉണ്ടാവും, പക്ഷെ ലിറിക്സ് അറിയില്ല എനിക്ക്. അങ്ങനത്തെ ഞാൻ ലിറിക്സിൽ ഞാൻ അത്ര അത് കോൺസെൻട്രേറ്റ്. പറഞ്ഞിട്ടില്ല, ദിസ് ഈസ് എ മത്സരമാണ്. മത്സരം ഇത് ഒരു ഗെയിമാണ്. അങ്ങനെ. അപ്പോ സോ നമ്മൾ 10 സെക്കൻഡാണ് ഒരാൾക്ക് ചിന്തിക്കാനുള്ള ടൈം. ഒരു അക്ഷരം പറഞ്ഞ ചിന്തിക്കാനുള്ള 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഏത് പാട്ടാണെന്ന് പറയണം. സ്റ്റോൺ പേപ്പർ സീസർ. സോൺ പേപ്പർ സീസർ. ഞാൻ എം. ഒരു സ്റ്റാർട്ടഡ്. ഫെയിൽഡ്. I know, I got it. എന്താ? മാങ്കുയിലേ തേങ്കുലിയേ സേന്ത് വരക്കേലേ. അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ? അതെ. മാങ്കുയിലേ തേങ്കുലിയേ സേന്ത് വന്ന കേള് നീ ആറ് വര. ഓക്കെ 995 ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. 10 സെക്കൻഡ് ആയിട്ടില്ല. അതിന് മുമ്പ് കീർത്തുട്ടി കിട്ടി. സോ കീർത്തുട്ടി 1 point. പാലപ്പൂവേ നിൻ തിരുമംഗല്യ. അത് പാട്ടാണ്. അവര് പറയൂല്ലോ കമന്റ് ബോക്സിൽ. പിന്നെ കീർത്തുട്ടി പഴയ പാട്ടാണ്, അപ്പൊ കീർത്തുട്ടിക്ക് അത്ര അറിയില്ല. ഓക്കെ, ഞാനത് മറക്കുന്നത് ഇവിടെ. വാതിലുകൾ തുറന്നടയും റൊമാൻറ്റിക് ആയിട്ട് പോയി. ഇപ്പോഴത്തെ ഫേവറേറ്റ് സോങ് ആണ് അല്ലേ? ഞാൻ ചിന്തിച്ചില്ല അത് പറയുന്നു. അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് 2 point. അപ്പൊ എനിക്കൊരു പോയിന്റ്. കിട്ടുന്നില്ലല്ലോ. പോയി 10 സെക്കൻഡിലും കിട്ടിയില്ല ഗൈസ്. ദേവേട്ടക്ക് കിട്ടിയിട്ടില്ല. പറയണം. ഞാൻ എന്തിനു പറയണോ? പിന്നെ പറഞ്ഞാൽ പറയണ്ടേ? പറഞ്ഞാൽ പറയണ്ടേ? ഫസ്റ്റ് പാട്ട് അങ്ങനെയാണോ? മതി. അപ്പൊ എനിക്ക് 3 point. എനിക്ക് 1 point തന്നെ. പി. പൂവേ പൂവേ മണമിത്തിരി കരളിൽ തായോ വണ്ടേ വാമുകിൽ വണ്ടേ പലവട്ടം താഴിയതല്ലേ. ഗൈസ് അറിയോ, ഞാൻ കന്നഡത്തിയാണ്, പക്ഷെ മലയാളം പാട്ട് എങ്ങനെ ഞാൻ പാടുന്നുണ്ട്. എനിക്ക് 4 point ദേവേട്ടാ. ഓക്കെ, അപ്പോ ദേവേട്ടാക്ക് ഞാൻ കൊടുക്കട്ടെ. ബി.
ബന്ധുവാറ് ശത്രുവാര് ബന്ധനങ്ങളിൽ ബന്ധനങ്ങൾ. ഇത് പാട്ടാണോ ദേവേട്ടാ? പാട്ടുണ്ട്. ഗൈസ് ഈ ദേവേട്ട ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, എനിക്ക് അറിയില്ല ഇങ്ങനെ. ഒരു പാട്ടുണ്ട്. ആ ഓക്കെ 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 2 പോയിന്റ്. ബന്ധവാറ് ശത്രുവാറ് ശത്രു. ല ല എല്ല് എല്ല് ല. നമ്മള് മലയാളത്തിന് മാത്രം നല്ല അടിപൊളി പാട്ട്. അല്ല അതിന്റെ ഫസ്റ്റ് അങ്ങനൊന്നല്ല, അത് വേറെന്തോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് അങ്ങനല്ല. അല്ല സ്റ്റാർട്ടിങ് അങ്ങനല്ല. ഞാൻ അത് പണ്ട് ഞാൻ പറയുന്നത് 7 seconds. അല്ല ലജ്ജിതമല്ല അതിന്റെ സ്റ്റാർട്ടിങ് പാടണം മാവേ. അതിന്റെ ഏതൊന്നും എനിക്ക് പാടാൻ ഇഷ്ടം പോലെ. ലജ്ജിതമല്ല അതിന്റെ അത് ലജ്ജിതമേ കഴിഞ്ഞു. എനിക്ക് 3 പോയിന്റ്. അങ്ങനെ തന്നെ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈല പാടുന്നേ. അപ്പൊ എനിക്ക് 3 പോയിന്റ്. അത് ലജ്ജിതമേ അത് കറക്റ്റ് അല്ല, അത് മിസ്റ്റേക്ക് ആയിരുന്നു. 3 പോയിന്റ്. ഞാൻ പറയാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ രാക്ഷസിയ ദേവതിയ in Tamil it's like that. രാക്ഷസിയ ദേവതയോ രണ്ട് സെന്ത പെണ്ണോ. ഓക്കേ ഇപ്പൊ ഞാൻ കൊടുക്കും. ഇപ്പൊ നോക്ക്. കൊടുക്ക്. ആ ആ എ ആ സ്റ്റാർട്ട്. ഓ ഫെൻഡീശ്വര ഇതില്ല സ്റ്റോപ്പ്. ഇത് ഞാൻ പ്ലേനെ ആക്കിയിട്ടില്ല. ഇല്ല ആദ്യം കൊടുക്ക. ഓ എന്റെ മൊബൈൽ എനിക്ക് താതെ വേട്ടാ. എന്തോ ഒരു സാധന ഗൈസ്, ടൈമർ വെച്ചിട്ടില്ല. മിണ്ടില. അതെന്റെ മിസ്റ്റേക്ക് അല്ല, അത് വാവയുടെ മിസ്റ്റേക്ക് ആണ്. ആദ്യം കൊടുക്ക. വാ 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 വാവോ സമ്മാനം ഇന്നു തരാം മേലേ തങ്കനിര കിണ്ണം. അത് തന്നെ. ഈ അതായത് ഈയും പറയാം. എന്തരോ അത് പാട്ടാണോ? വിവി ലാലേട്ടന്റെ എന്തരോ അതിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയല്ലല്ലോ. അതല്ല പോയി ഒന്നില്ല. 7 സെക്കൻഡിൽ അത് സ്റ്റോപ്പ് ആയതാ. ഇപ്പൊ ദേവട്ട 8 വെച്ചു വെറുതെ. അത് 7 സെക്കൻഡിൽ സ്റ്റാർട്ട് ആയതാ. ഓക്കെ ഈ ഒന്നുകൂടി കൊടുക്കാം. ഞാൻ പാവായതുകൊണ്ട് ഞാൻ വീണ്ടും കൊടുക്കും. ഈ 4 സെക്കൻഡ് 5 സെക്കൻഡ് 6 സെക്കൻഡ് 7 സെക്കൻഡ്. അങ്ങനെയല്ല പറഞ്ഞെങ്കിൽ എന്റെ ഐഡിയ ആണ്. ഇത് രണ്ടാം പ്രാവശ്യം തരുന്നത്. ഈ പോയി. എന്തിനു കുരുത്തക്കേട്? പോയില്ലേ, കഴിഞ്ഞില്ലേ? ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ. അതെന്താ ഇത് തെറ്റാണ്, എനിക്ക് അറിയാത്ത പാട്ടാണ്. കാണിച്ചാ പോരെ? കാണിക്കണം. വേണ്ട, വിട്ടെ. എന്തോ ഗൈസ് എന്തോ മലയാളം സോങ് ആണ് ഗൈസ്. കീർത്തുട്ടിക്ക് അറിയില്ല. അപ്പൊ നോക്കണേ തമിഴ് സോങ് മാത്രം പാടാം. വേണ്ട, ഏത് പാട്ടെങ്കിലും വേണമെങ്കിൽ പാടാം. ഞാനിപ്പോ നിലാവേ മായുമോ ഇളം തെന്നലായി. മോഹൻലാല്. ഞാൻ
നമുക്ക് again പറയാം ഒരക്ഷരം. മറുവാത്ത് പേസാതെ തൂങ്ങിട് ഇമൈ പോലെ നാം പാക്ക കണവായി നീ മാറിട്. സോ നമ്മൾ അന്താക്ഷരി വ്ളോഗ് അത്രയേ ഉള്ളൂ. നമ്മൾ അന്താക്ഷരി വ്ളോഗ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആരാ ജയിച്ചത് നിങ്ങൾ തീരുമാനിക്കണം. ആരാ നന്നായിട്ട് പാടിയത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അവരുടെ ദേവട്ട പേര് തന്നെ പറയാം. സോ നമ്മൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ചെയ്തതാണ്. Yes. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. സോ ഇനി നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ Stay tuned. ബൈ.